വിശദമായ വാർത്തകളിലേക്ക് പോകുമ്പോൾ പത്തനംതിട്ടയിൽ ഭാര്യയ്ക്ക് 14 വർഷമായി ശമ്പളം നിഷേധിച്ചതോടെ ഭർത്താവ് ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ ഉദ്യോഗസ്ഥർക്ക് സസ്പെൻഷൻ. പത്തനംതിട്ട ജില്ലാ വിദ്യാഭ്യാസ ഓഫീസിലെ PA അനിൽകുമാർ, സൂപ്രണ്ട് ഫിറോസ് S, സെഷൻ ക്ലർക്ക് ബിനി R എന്നിവരെയാണ് സസ്പെൻഡ് ചെയ്തത്. പ്രധാന അധ്യാപികയെ സസ്പെൻഡ് ചെയ്യാൻ പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ മാനേജ്മെന്റിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. എയ്ഡഡ് സ്കൂൾ അധ്യാപികയായ ഭാര്യയുടെ ശമ്പളം തടഞ്ഞുവെച്ചതോടെ പത്തനംതിട്ട നാരായണമൂഴി സ്വദേശി ഷിജോ VT യാണ് ആത്മഹത്യ ചെയ്തത്. KR സാജു ഉണ്ട് വിവരങ്ങൾ നൽകാനായി. KR സാജു, വിദ്യാഭ്യാസ മന്ത്രി അടക്കം പറഞ്ഞിരുന്നു കുറ്റക്കാർക്കെതിരെ നടപടി ഉണ്ടാകുമെന്ന് പറഞ്ഞിരുന്നു. എന്താണ് ഈ വാർത്തയുമായി ബന്ധപ്പെട്ട് ലഭിക്കുന്ന പുതിയ വിവരം? അജി, അവസാനം വിദ്യാഭ്യാസ വകുപ്പിന്റെ ഭാഗത്തു നിന്നും കുറ്റക്കാർക്കെതിരായ നടപടി ഉണ്ടായിരിക്കുന്നു. പൊതുവിദ്യാഭ്യാസ വിജിലൻസ് വിഭാഗത്തിന്റെ പ്രാഥമിക റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ നടപടിയെടുത്തിരിക്കുന്നത്. പത്തനംതിട്ട സെന്റ് ജോസഫ് HSലെ നാറാമൂഴിയിൽ അധ്യാപികയുടെ ശമ്പളവും മറ്റ് ആനുകൂല്യങ്ങളും സമയബന്ധിതമായി വിതരണം ചെയ്യുന്നതിൽ വീഴ്ച വരുത്തിയ ഉദ്യോഗസ്ഥർക്ക് എതിരെയാണ് ഇപ്പോൾ നടപടിയെടുത്തിരിക്കുന്നത്. 26/11/2024 ഹൈക്കോടതിയുടെ വിധി പാലിക്കണം വിധി ഉണ്ടായിരുന്നതാണ് ഇത് സംബന്ധിച്ച്. തുടർന്ന് 17/1/2025 കത്തിലൂടെ പത്തനംതിട്ട ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർക്ക് സർക്കാർ ഈ ശമ്പളവും ആനുകൂല്യങ്ങളും നൽകാനുള്ള നടപടി സ്വീകരിക്കാനുള്ള നിർദ്ദേശം നൽകിയിരുന്നതാണ്. എന്നാൽ ഈ സാഹചര്യമൊക്കെ ഉണ്ടായിട്ടും പത്തനംതിട്ട ജില്ലാ ഓഫീസിലെ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്നും ജില്ലാ വിദ്യാഭ്യാസ ഓഫീസിലെ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്നും വീഴ്ച വന്നിരിക്കുന്നു എന്നാണ് ഇപ്പോൾ പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ കണ്ടെത്തിയിരിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് പത്തനംതിട്ട ജില്ലാ വിദ്യാഭ്യാസ ഓഫീസിലെ PA ആയ അനിൽകുമാർ NG, സൂപ്രണ്ട് ആയ ഫിറോസ് S, സെഷൻ ക്ലർക്കായ ബിനി R എന്നിവരെ 1960 കേരള സിവിൽ സർവീസ് തരംതിരിക്കലും നിയന്ത്രണം ചട്ടങ്ങൾ പ്രകാരം അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. ഈ സസ്പെൻഷൻ നടപടി ഇപ്പോൾ തന്നെ പ്രാബല്യത്തിൽ വന്നിട്ടുണ്ട്. മറ്റൊന്ന്, ഈ എയ്ഡഡ് സ്കൂളിലെ പ്രധാന അധ്യാപികയ്ക്കെതിരെ നടപടിയെടുക്കാനുള്ള നിർദ്ദേശം മാനേജ്മെന്റിന് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ നൽകിയിട്ടുണ്ട്. പ്രധാന അധ്യാപികയെ സസ്പെൻഡ് ചെയ്യണം എന്ന നിർദ്ദേശമാണ് ഇപ്പോൾ പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ രേഖാമൂലം തന്നെ മാനേജ്മെന്റിന് നൽകിയിരിക്കുന്നത്. അതിനാൽ പ്രധാന അധ്യാപികയുടെ സസ്പെൻഷനും ഉടൻ തന്നെ ഉണ്ടാകും. അജി.